for the love. Yes. Oh, sweet. അതെ, அந்த மாதிரி വയലൻസ്ക്കുള്ള ഞാൻ പോകില്ല. എന്നാൽ എങ്ങനെയാണ് என்னன்னா എല്ലാം ഒന്ന് ഒബ്സർവ് ചെയ്യും. ഇപ്പൊ എന്തെങ്കിലും മേടിക്കണമെങ്കിൽ തന്നെ ഞാൻ പതുക്കെ നടന്നൊക്കെ പോയി കുറെ സാധനങ്ങളൊക്കെ മേടിച്ചു വന്ന്, അത് ഇവിടെ നമുക്ക് അങ്ങനെ പ്രാക്ടിക്കലി നടക്കില്ലല്ലോ. അപ്പൊ അങ്ങനെ വയലൻസിനെ കുറിച്ച് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കാൻ പറ്റിയിരുന്നു. ഇപ്പൊ ഇവിടെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള തമിഴിലേക്ക് ഇറങ്ങാൻ പോകുന്ന മാർക്കോ വയലൻസിനെ കുറിച്ച് കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇതിലെ ആക്ഷൻസും കുറെ കൂടി ബ്രൂട്ടൽ വയലന്റ് രീതിയിൽ കാണിക്കുന്നുണ്ട്. അതിനെ കുറിച്ച് அந்த மாதிரி வயலன்ஸ்க்குள்ள நான் போகல. என்னால் எங்களால் என்னன்னா இட்ஸ் அ ரியலிஸ்டிக் கமர்ஷியல் ஃபிலிம். ஓகே, ஸோ நம்ம பார்த்த விஷயங்கள் கேட்ட விஷயங்கள் இருக்கும்ல, ஸோ அதை ஸ்க்ரீனில் கொண்டுட்டு வரதா நான் ட்ரை பண்ணேன். எமோஷன்ஸ் இருக்கிற மாதிரி கோபம் இருக்க தான் செய்யும், வயலன்ஸும் இருக்க தான் செய்யும். ஆனால் அது நம்ம ப்ரொஜெக்ட் பண்ணுற விஷயத்தில் இருக்கு. ஸோ என்னால் முடிஞ்ச அளவுக்கு அதை லைவாக கொண்டுட்டு வந்திருக்கேன். கண்டிப்பாக பிடிக்கும். ഫസ്റ്റ് തമിഴ് പടങ്ങളാണ്. പോയിട്ട് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടായിരുന്നു തമിഴിൽ അഭിനയിച്ച? തമിഴില് അവിടെ കൾച്ചറും കാര്യങ്ങളൊക്കെ കൾച്ചറും കാര്യങ്ങളും ഞാൻ ചെന്ന ഷൂട്ട് 80% ഉണ്ടായത് പുതുക്കോട്ടയം എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. അവിടെ ഒരു 10-25-30 ദിവസം, ഐ തിങ്ക് 30 ഡേയ്സ് പുതുക്കോട്ടയിലുണ്ടായി. ആ ടൈമിലാണ് നോയമ്പായിരുന്നു. അപ്പൊ അവിടെയുള്ള ഭക്ഷണം, അവിടെയുള്ള അത്യാവശ്യം കുറച്ച് ആൾക്കാര്, അവിടെ തന്നെ ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് ഞാൻ കുറെ ഇറങ്ങി നടന്ന് ഈവനിങ് എനിക്ക് ടൈം കിട്ടുമ്പോൾ ഞാൻ നടക്കാൻ പോയായിരുന്നു. അവിടെ ജസ്റ്റ് ഇങ്ങനെ എല്ലാം ഒന്ന് ഒബ്സർവ് ചെയ്യും. ഇപ്പൊ എന്തെങ്കിലും മേടിക്കണമെങ്കിൽ തന്നെ ഞാൻ പതുക്കെ നടന്നൊക്കെ പോയി കുറെ സാധനങ്ങളൊക്കെ മേടിച്ചു വന്ന്, അത് ഇവിടെ നമുക്ക് അങ്ങനെ പ്രാക്ടിക്കലി നടക്കില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ള കുറെ നല്ല കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നെ തമിഴ് സിനിമയിൽ മെയിൻ ആയിട്ട് പറയേണ്ട ഒരു വിഷയം, നമുക്ക് ഈവനിങ് വരെ ഇവർക്ക് വർക്ക് ഉണ്ട്. മോർണിംഗ് തുടങ്ങിയ ഈവനിങ് ആകുമ്പോഴത്തേക്കും പരിപാടി ജോലിയൊക്കെ കഴിഞ്ഞ് പോണവരെ പോകും. നമ്മുടെ ഇവിടെ രാവിലെ തുടങ്ങിയ നൈറ്റ് 9 വരെയാണ് ഒരു കോൾ ഷീറ്റ് എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ളൊരു മേജർ വ്യത്യാസമുണ്ട് ഇൻഡസ്ട്രി വൈസ്. പിന്നെ ബാക്കിയൊക്കെ ഒരുമാതിരിയൊക്കെ സിമിലർ ആണ്. ഏതെങ്കിലും വലിയ ആർട്ടിസ്റ്റ് തമിഴ് നടന്മാരെ സെറ്റിൽ വിസിറ്റ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത് കൂടുതലും ലൈവായിട്ടുള്ള ഹോസ്പിറ്റൽസ്, അതായത് ഒറിജിനലി അവിടെ ഫംഗ്ഷനിങ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ. നമ്മളങ്ങനെ ഒരു സെറ്റ് ഇട്ട പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം ലൈവായിട്ട് ബസ് സ്റ്റാൻഡ്, അതായത് അവിടെ നമ്മുടെ മുഖം ഇങ്ങനെ എല്ലാവർക്കും അറിഞ്ഞോടാത്തോണ്ട് ഈസി ആയിട്ട് പോയി ഷൂട്ട് ചെയ്ത് തന്നെ പരിപാടികളായിരുന്നു. അതുകൊണ്ടൊക്കെ തന്നെ പ്രത്യേകിച്ച് അങ്ങനെ സെറ്റിലേക്ക് ഒരാൾ വരിക അല്ലെങ്കിൽ അങ്ങനെ ഒരു പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഇത് പറഞ്ഞപ്പോ നമ്മുടെ ഇപ്പൊ 10-ാം തീയതി ആണെന്ന് അനൗൺസ്മെന്റ് വന്നപ്പോ വിജയ് സേതുപതി ഇതിന്റെ ഒരു പോസ്റ്റർ വെച്ചൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അല്ലാതെ ഇതിന്റെ ഈവൻ പ്രമോ റിലീസ് ചെയ്തത് DQ ആയിരുന്നു. ഇതിന്റെ പ്രൊമോഷൻ ഫസ്റ്റ് നമ്മുടെ മദ്രാസ്കാരന്റെ, പിന്നെ ടോവിന് നമ്മുടെ തേറ്റക്ക കല്യാണം റിലീസ് ചെയ്തത്. അങ്ങനെ നമ്മുടെ ഇവിടെ നിന്ന് എല്ലാവരും, പിന്നെ സിംബു സാറാണ് ടീസർ റിലീസ് ചെയ്തത്. ഇപ്പൊ ഇറങ്ങുന്ന എല്ലാ സിനിമയും പാൻ ഇന്ത്യൻ രീതിയിലാണല്ലോ ഒരു റിലീസ് പ്രഖ്യാപിക്കുന്നത്. ഇതിന് ഈ ഒരു തമിഴില് മാത്രമാണോ റിലീസ് ഉള്ളത്? തമിഴില് മാത്രമേ ഉള്ളൂ, തമിഴ് ഭാഷയിലേ ഉള്ളൂ. പക്ഷെ അത് എല്ലായിടത്തും എല്ലായിടത്തും ഉദ്ദേശിച്ച കേരളത്തിലും കൂടെ തമിഴിൽ തന്നെ ആയിരിക്കും ഇറങ്ങുന്നത്. ബാക്കി സ്ഥലത്തുള്ള കാര്യങ്ങൾ അറിയില്ല, അത് ഇറങ്ങിയതിന് ശേഷം അറിയുന്നു. ഇപ്പൊ നിലവില് മലയാളത്തിലേക്ക് ഡബ് ചെയ്യുന്നില്ല, തമിഴ് സിനിമയായിട്ട് തന്നെയാണ് കാണുക. അതൊരു വോണ്ടഡ് ഡിസിഷനും കൂടെ ആയിരുന്നു. കാരണം കൾച്ചർ ഓറിയന്റഡ് ആയിട്ടൊരു സിനിമയാണ്. ഇപ്പൊ നമ്മള് അങ്കമാലി ഡയറക്ടർ ഒരു പടം തമിഴിൽ ഡബ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്ന് പറയുന്ന ഒരു വ്യത്യാസം ഉണ്ടാകും. അതേപോലൊരു കൾച്ചറിന് ഒരുപാട് പ്രാധാന്യമുണ്ട്, ആ സ്ഥലത്തിനും പ്രാധാന്യമുണ്ട്. അത് നമ്മളൊരു പെട്ടെന്നൊരു മലയാളം ശബ്ദം അവിടെ നിന്ന് വന്നാൽ ഒരിക്കലും അത് മാച്ച് ചെയ്യില്ല. അതുകൊണ്ട് നമ്മളത് തമിഴിൽ തന്നെയാണ് ഇവിടെ ഇറങ്ങുന്നത്.
പക്ഷേ വർഷങ്ങളായിട്ട് മലയാളത്തിൽ ഒരുപാട് മലയാളത്തിൽ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് തമിഴിൽ ഇത്രയും ലേറ്റായിട്ട് മുമ്പ് വേറെ ഓഫീസിലും വന്നിട്ടില്ല? ഓഫേഴ്സ് ആഫ്റ്റർ കുമ്പളേക്കും ഓഫേഴ്സ് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു സെൻട്രൽ പരിപാടി ആയിരുന്നില്ല. ഇപ്പോൾ ആഫ്റ്റർ RDX ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സെൻട്രൽ ക്യാരക്ടർ പരിപാടിയിലുള്ള കുറച്ച് ഓഫേഴ്സ് വന്നത് ആ സമയത്താണ്. ഈവൻ തെലുങ്കുന്നൊക്കെ നമുക്ക് കോൾസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്താണെങ്കിലും എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞൊരു വിഷയമുണ്ടല്ലോ, കഥ. നമുക്കിപ്പോ ഒരു തമിഴ് സിനിമ ചെയ്യുന്നതിനപ്പുറത്തേക്ക് ആ കഥാപാത്രമായിട്ട് ആ ഒരു 40-42 ദിവസം നമുക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതൊരു ഭയങ്കര ഒരു ജോലി പോലത്തെ ഒരു പരിപാടി, അതെനിക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെ എനിക്ക് കണക്ട് ആവുന്ന പരിപാടി പിടിക്കണം. അങ്ങനെ കണക്ട് ആയ എല്ലാം ഒത്തും വന്നു. ഇപ്പൊ ഇത് ചില കഥകളാണ് നമ്മൾ ഇഷ്ടപ്പെട്ട് പോയിട്ട് ചിലപ്പോ ചില പ്രാക്ടിക്കൽ വിഷയങ്ങൾ ആ പ്രോജക്റ്റ് നടക്കാണ്ടായി പോയ സിറ്റുവേഷൻസ് ആണ്. പക്ഷെ ഇതെല്ലാം നടന്നു വന്നു, എല്ലാം കറക്റ്റ് നടന്നു വന്നു. Tamil audience are very expressive. Like അവർക്ക് നല്ലത് കണ്ടാലും മോശം കണ്ടാലും they appreciate and അതുപോലെ തന്നെ അവര് വിമർശിക്കുകയും ചെയ്യാറുണ്ട്. So are you really ready to receive all the love? കാരണം എന്തായാലും മലയാളികളോട് എപ്പോഴും ഒരു പ്രത്യേക സ്നേഹമാണ് തമിഴ് ഓഡിയൻസിന്. So you're really ready for the love? Yes. Oh, sweet. All right. இப்போ மெட்ராஸ்காரன் இப்போ அங்கே சென்னையோட ஸ்லாங் மெட்ராஸ் ஸ்லாங் பிடிக்கிறது அதாவது மற்ற ஊரில் இருக்கிற எங்களுக்கே கொஞ்சம் கஷ்டம். அந்த லோக்கல் ஸ்லாங் பிடிச்சி பேசுறது லோக்கல் ஸ்லாங் பிடிச்சி பேசுகிறேன் தெரியாது. முடிஞ்ச அளவுக்கு பண்ணிட்டேன், தெரியல. ஏன்னா അതായത് ഇപ്പൊ ബേസിക്കലി ഒരു 10, 20, 25, 28 വയസ്സ് വരെ, എനിക്ക് 29 ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്ക് 28. അപ്പൊ 28 വയസ്സ് വരെ സംസാരിച്ച ഭാഷ മൊത്തം മറന്നിട്ട് ഒറ്റ ദിവസം കൊണ്ട് നമ്മൾ തമിഴ്നാട് നടക്കില്ല. ഇറ്റ്സ് നോട്ട് പോസിബിൾ. പക്ഷെ ഒരു പുള്ളി പറയുന്ന ഒരു രീതിയുണ്ട്, അതേപോലെ ഇമിറ്റേറ്റ് എങ്കിലും ചെയ്യാൻ നോക്കിയിട്ടൊക്കെ ഞാൻ ഡബിങ്ങിൽ കുറെയൊക്കെ ട്രൈഡ്. യു ഗൈസ് ഹാവ് ടു സേ, ഓഡിയൻസ് ആഫ്റ്റർ 10 നിങ്ങളാണ് വേണ്ടത്.